ഇതെന്താ ഇരുന്ന് കളഞ്ഞ്? വാ, ഞാൻ ഫുഡ് എടുത്ത് വെച്ചിട്ടുണ്ട്, എന്നാ കഴിക്കാം. ഇല്ല, ഞാൻ കഴിച്ചു. കഴിച്ചോ? ജോയിച്ചതിൻ്റെ ചെറിയൊരു പാർട്ടി ഉണ്ടായിരുന്നു, അപ്പോൾ അവിടുന്ന് കഴിച്ചു. ഒന്ന് വിളിച്ച് പറയായിരുന്നു. ഒരു കാര്യം ചെയ്ത് നീ കഴിച്ചോ, എന്നിട്ട് കിടന്നു. എനിക്കൊന്ന് 2 കോൾ ചെയ്യാനുണ്ട്. നിങ്ങൾ ഈ പറഞ്ഞ കാര്യം വെച്ച് കേസെടുത്തുകൊണ്ട് വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി അഥവാ കേസെടുത്താൽ തന്നെ ഇത് എവിടെ വരെ പോവാൻ? അല്ല സാർ, അപ്പൊ ഇതിനെതിരെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലേ? നമുക്ക് വേണമെങ്കിൽ ആ പേജ് റിമൂവ് ചെയ്യാം. പക്ഷെ വിത്തിൻ 24 hours അവർ അതേ പേജ് വേറൊരു ഡൊമൈൻ വെച്ച് അപ്ലോഡ് ചെയ്യും. നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഇതൊക്കെയാണ്. പൂർണ്ണമായൊരു തുടച്ചു നീക്കം സാധ്യമല്ല. ഇങ്ങനെയുള്ള 100,000 കേസുകളാണ് ഓരോ ദിവസവും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. സൈബർ സെല്ലിനെ സംബന്ധിച്ച് ഇറ്റ്സ് ജസ്റ്റ് എ കോമൺ തിങ്. എനിക്കങ്ങനെയല്ല സാർ. എൻ്റെ ഭാര്യ പ്രഗ്നൻ്റ് ആണ്. 3 വർഷത്തെ കാത്തിരിപ്പാണ് സാർ. അവളിതുവരെ ഒന്നും അറിഞ്ഞിട്ടുമില്ല. ഗുഡ്. നിങ്ങളൊക്കെ അല്ലേ അവരെ സപ്പോർട്ട് ചെയ്യേണ്ടത്. അന്ന് നിങ്ങളുടെ ഫ്ലാറ്റിൽ നടന്ന സൂയിസൈഡ് ഇല്ലേ, അതും ഇതുപോലൊരു കേസായിരുന്നു. പക്ഷെ ആ കുട്ടിയെ അന്ന് ആരും സപ്പോർട്ട് ചെയ്തില്ല. പിന്നെ ഈ കേസ്, അതെന്നാൽ കഴിയുന്ന വിധം ഞാൻ അന്വേഷിക്കും. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം വിനോദ്, ഇതിന് പിന്നിൽ നിങ്ങളെ നന്നായി അറിയാവുന്ന ഒരാളാണ്. ഒരു സംശയവും വേണ്ട.
ഇതെന്താ ഉറങ്ങുന്നില്ലേ? ഇല്ല, കുറച്ച് പണിയുണ്ടായിരുന്നു. ഈ പാതിരാത്രിക്കോ? ഓഫീസിൽ കുറച്ച് അർജന്റ് കാര്യമുണ്ടായിരുന്നു. ഹലോ, അക്കൗണ്ട് നമ്പർ അയക്കട്ടെ? പണം തരും നേരിൽ. വിശ്വാസം ഉണ്ടെങ്കിൽ മതി. എല്ലാവരും വിശ്വാസമല്ലേ? എവിടെ വരണം? ലീല റെസിഡൻസി, എറണാകുളം നോർത്ത്, റൂം നമ്പർ 105, നാളെ രാവിലെ 10 മണിക്ക്. ആ ഫോട്ടോയിലുള്ള കുട്ടി തന്നെ വേണം. അതൊക്കെ ശരിയാക്കാന്നേ. ആദ്യം ക്യാഷ് ഉണ്ടോ? ഓക്കെ. വെൽക്കം സർ. റൂമാണോ സാർ? അല്ല, റൂം നമ്പർ 105. ഫസ്റ്റ് ഫ്ലോർ റൈറ്റ്. എന്താ? ബിപിൻ ബിനോയ് എന്നോട് വരാൻ പറഞ്ഞായിരുന്നു. ഏത് ബിപിൻ ബിനോയ്? ഇവിടെ അങ്ങനെ ഒരാളില്ല. നിങ്ങൾക്ക് റൂം മാറിപ്പോയതാ?
സാറേ, വിനോദല്ലേ? ആ. വാ. സാറേ, റൂം 105 എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ഫാമിലി ആയിരുന്നു. നിങ്ങൾ ആരാന്നൊക്കെ അറിയണ്ടേ? അല്ല പോലീസോ മറ്റോ ആണോ എന്ന്. ഇതാണ് കറക്റ്റ് റൂം. റെയ്ഡൊന്നും ഇല്ലെങ്കിലും എല്ലാത്തിനും ഒരു മറയൊക്കെ വേണ്ടേ? ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ സേഫാ. എല്ലാം സേഫായി ചെയ്യുന്നത് എനിക്കും ഇഷ്ടം. സാറ് കെട്ടിയതല്ലേ? ഉം. ഒന്നിലും അങ്ങോട്ട് തൃപ്തനല്ല, ഒന്നിലും അല്ലേ? സാറിന് ഏത് ടൈപ്പാണ് വേണ്ടത്? തമിഴ് വേണം, ഹിന്ദി വേണം, കറുത്തത് വേണം, വെളുത്തത് വേണം, എല്ലാം റെഡിയാ മോളി. സാറിന് പുറത്തുകൊണ്ടുപോകണോ? ഉണ്ടു, ഒരു പ്രശ്നമില്ല, നോ പ്രോബ്ലം. സാറിന് ഇഷ്ടം പോലെ. ആ അല്ല, ആ ഫോട്ടോ കണ്ട കുട്ടിയില്ലേ? അതൊക്കെ ചീള് കേസല്ലേന്നേ സാറേ. അതിലും നല്ല കിടിലം പീസ് നമ്മുടെ വേറെ ഉണ്ട്. ആ പിന്നെ ക്യാഷിന്റെ കാര്യം എങ്ങനെ സാറേ? ഗൂഗിൾ പേ ആണോ അതോ ക്യാഷ് ആയിട്ടാണോ? സാർ പറഞ്ഞ പൊന്നാര മോനെ, അതാരെന്നറിയോടാ? എന്റെ ഭാര്യയോടാ അവള്. നിനക്ക് എവിടുന്ന് കിട്ടിയടാ ഫോട്ടോ? പിന്നെ ആരണോ? അത് ഞങ്ങൾ വിലക്ക് മേടിച്ചത്. പേജ സാറ്. അയ്യോ സാറേ, ഞങ്ങൾക്ക് ആ പേജ് കിട്ടുന്നതിന് മുമ്പ് അപ്ലോഡ് ചെയ്ത ഫോട്ടോയാ. ഈ പേജ് കിട്ടിയ പറ്റിയ കസ്റ്റമറെ ഒപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് ഞങ്ങളുടെ ജോലി. ഞങ്ങൾ വെറും ഡീലേഴ്സ് മാത്രമാണ് സാറേ. ബാക്കിയൊക്കെ ചെയ്യുന്നത് ഞങ്ങൾക്ക് മോളി വേറെ ആളുകളുണ്ട് സാറേ. അവരൊക്കെ ലക്ഷങ്ങൾ കൊടുത്താ ഈ പേജ് മേടിക്കുന്നത്. സത്യമായിട്ട് ഇത് കൂടുതലൊന്നും എനിക്കറിയില്ല സാറേ. ഇതിന്റെ പുറകിൽ ആരടാ? ആരെന്ന് പറയടാ? ഹാരിക്സ